NRIGS വർക്കേഴ്സ് അസോസിയേഷൻ AITUC ഏരൂർ ആയിരനെല്ലൂർ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തൊഴിൽ സുരക്ഷ, ശമ്പള വർധനവ്, തൊഴിൽ ദിനങ്ങളുടെ വർധനവ് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തുച്ഛമായ 180 രൂപ കൊണ്ട് എങ്ങനെ ഒരു കുടുംബം പോറ്റാൻ കഴിയുമെന്ന് PS സുബാൽ ചോദിച്ചു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 300 രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും നൽകണമെന്ന് PS സുബാൽ ആവശ്യപ്പെട്ടു. 180 രൂപയാണ് ഇതെന്തൊരു വിരോധാഭാസമാണ്. 300 രൂപ ഏറ്റവും കുറച്ച് കൊടുക്കണമെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ആ സർക്കാർ തന്നെ 300 രൂപ കൊടുക്കുന്നില്ല, മറിച്ച് 180 രൂപ കൊടുക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ള സംവിധാനം. നമുക്കറിയാം, ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില നിലവാരമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പ് തൊട്ട് മുളക് അല്ലെങ്കിൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന കാര്യമില്ല. വിലക്കയറ്റം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 180 രൂപ കൊണ്ട് എങ്ങനെ ഒരു തൊഴിലാളിക്ക് ആ തൊഴിലാളിയെ പ്രതിദാനം ചെയ്ത കുടുംബത്തിന് എങ്ങനെ കഴിയാൻ പറ്റും? അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കാൻ കഴിയും? മറ്റ് ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കാൻ കഴിയും? 180 രൂപ വലിയ ഒരു കൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തൊഴിലാളിക്ക് കൊടുക്കുമ്പോൾ ഈ 180 രൂപ കൊണ്ട് എങ്ങനെ ഒരു തൊഴിലാളിയുടെ കുടുംബം കഴിയുമെന്ന് പറഞ്ഞു തരാനുള്ള ബാധ്യത കൂടി സർക്കാരിനുണ്ട്. NRIGS വർക്കേഴ്സ് അസോസിയേഷൻ AITUC മണ്ഡലം സെക്രട്ടറി ലിജി ജോൺസൺ അധ്യക്ഷനായി. സംഘടനയുടെ ഏരൂർ വില്ലേജ് സെക്രട്ടറി സുദേവൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം ഡോൺ വി രാജ്, CPI ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G അജിത്, ആയിരനെല്ലൂർ വില്ലേജ് സെക്രട്ടറി റെജിമോൾ, ഏരൂർ വില്ലേജ് പ്രസിഡന്റ് രാധാ സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.